എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ഒരു ചെറിയ മിനി വ്ളോഗാണ് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് വർക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ നേരത്തെ എണീക്കാറ്. അപ്പോൾ വീട്ടിലെ കാര്യം എല്ലാ കാര്യം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ടാക്കിൾ ചെയ്യണ വരെയെങ്കിലും കുറച്ച് നേരത്തെ എണീക്കണം കേട്ടോ. അപ്പോൾ അത് കാലത്ത് എനിക്ക് ഇന്ന് ഞാൻ സ്കിൻ കെയറും ചെയ്തില്ല, എനിക്ക് തീരെ നേരം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ക്ലാസ് അസൈൻമെൻറ്റ് വർക്ക് ഉണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് തീർക്കണം. പിന്നെ ഉച്ചയാകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങണം, അപ്പോൾ അതിന് മുന്നൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കാലത്തേറ്റൊന്ന് ഞാൻ കുളിച്ചിട്ടാട്ടോ വരാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇരുന്ന് ഉറക്കുന്നത്. അല്ലെങ്കിൽ കുളിച്ച് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഫാൻ്റെ വെച്ചിട്ടാണ് കേട്ടോ മുടി ഉണക്കണേ. എൻ്റെ കയ്യിൽ ബ്ലോവർ ഉണ്ട്, പക്ഷേ നാട്ടിൽ വെച്ച് മറന്നു. അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മുടി ഉണക്കാറ്. അപ്പോൾ കാലത്ത് എനിക്ക് വന്നു ഞാൻ ആദ്യം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമായിട്ട് കുടിക്കുക. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ടൻ ചായ കുടിക്കുക. എൻ്റെ മോർണിംഗ് എനർജി ഡ്രിങ്കാണ് കട്ടൻ ചായ, അതില്ലാതൊരു ദിവസം പോവില്ല. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ടിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, കാലത്ത് തന്നെ വന്ന് ഇപ്പോൾ ഇത് ചെയ്യാതിരിക്കുകയാണ്. കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം വേണം, കുറേ മണിക്കൂർ വേണം ചെയ്ത് തീർക്കാൻ. അതിനിടയിൽ ഓർത്ത വെള്ളം വെച്ച കാര്യം മറന്നു, അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും അടുപ്പത്തെ ചോറ് മറന്നു, അത് ഓഫാക്കി ഞാൻ വന്നിരുന്നു. ഞാനപ്പോൾ കുറച്ച് നോട്ട്സൊക്കെ എഴുതാനായിട്ട് നോട്ട്ബുക്കും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം വേണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, പക്ഷേ എനിക്ക് കുറച്ച് വർക്ക് ബ്രേക്ക് വന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേട്ടോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഇങ്ങനെ കൂടെ പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ സമയം തീരെ കിട്ടാത്തത്. എന്നാലും ഞാനൊക്കെ കൂടെ മാനേജ് ചെയ്യും. അപ്പോൾ ഞാൻ എസ്റ്റിമേഷൻ്റെ ഒരു കോഴ്സാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വാല്യൂസൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കും വേണം. അതുപോലെ തന്നെ എക്സലും അതുപോലെ ക്യാഡിൻ്റെ ആപ്പും എല്ലാം കൂടെ മൂന്നും കൂടെ ഒരുമിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ ചെയ്ത് വിടാൻ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടോ കുറച്ച് ബ്രേക്ക് എടുക്കാണ്ട് എങ്ങനെ ശരിയാവും. അങ്ങനെ ഞാൻ നേരെ പോയി വിൻഡോ ഒക്കെ തുറന്നിട്ടു. ഞാൻ പുലർച്ചെ എനിക്ക് വന്നാട്ടോ. അപ്പോൾ അത്ര വെളിച്ചുണ്ടായില്ല, ഇപ്പോൾ നല്ലോണം നേരെ വെളുത്തു, നല്ല വെളിച്ചുണ്ട്. അല്ലെങ്കിൽ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ചെടിക്കുണ്ട കാര്യം ഓർത്തിട്ടാ. ഞാൻ ഡെയിലി കാലത്ത് എനിക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസം പോലും വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഫുഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നു ഇന്നലത്തെ വെച്ചത്, അപ്പോൾ അതെടുത്ത് പുറത്തേക്കാന്ന് വെച്ചു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ദോശമാവ് ഇവിടെ നിന്ന് മേടിച്ച ദോശമാവ് കേട്ടോ, നല്ല കട്ടിയുണ്ട്, കണ്ടില്ലേ, ഭയങ്കര കട്ടിയാണ്. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ അധികം വെള്ളം ഒഴിക്കില്ല, അധികം വെള്ളം ഒഴിച്ചാൽ ഭയങ്കര ലൂസാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഇത്തിരി കട്ടിയിലിട്ട് മാവ് എടുക്കും. ഇപ്പോൾ നല്ല കട്ടിയിലുള്ള ദോശ ഉണ്ടാവും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടാണ് വേവിക്കാം, മറിച്ചൊന്നും ഇടില്ല. പിന്നെ നല്ലോണം നെയ്യ് തേക്കിട്ടാ, നെയ്യ് നല്ല ചിലവാണ്. അങ്ങനെ നെയ്യ് സാമ്പാറും ചൂടാക്കി എടുത്തു. പെട്ടെന്നൊരു ചായ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാലും വെച്ചു. എന്നിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തു. ഒരിടയ്ക്ക് ഞാൻ തീരെ പഞ്ചസാര കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പാണല്ലോ ചായ അടിക്കൽ. എല്ലാവരും പറയും നല്ലോണം അടിച്ച ചായ നല്ല ടേസ്റ്റാണ്, അത് പറയുന്നത് ശരിയാട്ടോ. പക്ഷേ ഞാനിങ്ങനെ നോക്കും, പക്ഷേ എനിക്ക് അത്ര നല്ല രീതിയിൽ അടിക്കാനൊന്നും അറിയില്ല. അല്ല കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടോ. അങ്ങനെ ചായ റെഡിയായി. അങ്ങനെ ഞാൻ കഴിക്കാനിരുന്നു. അപ്പോൾ 3 ദോശയുണ്ട്, കുറച്ച് സാമ്പാർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വേഗം കുറച്ച് അരി അടുപ്പത്തിട്ടുണ്ട്, കാരണം നേരെ ഇങ്ങനെ പോവാണ്. അപ്പോൾ ചോറൊന്നും ഞാൻ കുക്കറിലാട്ടോ വെക്കാറ്. നമ്മൾ കലത്തിൽ വെക്കുന്ന പോലെ തന്നെ നല്ല ചോറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെക്കണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ കറി ഞാൻ ബീട്രൂട്ടാണ് കേട്ടോ ആക്കിയത്, വേറെ സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഓൾറെഡി നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ലേറ്റ് ആവണമെന്ന് വെച്ച് വേഗം പുറത്തിറങ്ങി. എനിക്കൊരു ജീൻസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കുറേ നാളായി ലൂസ് ടൈപ്പ് ആംഗിൾ ലെങ്ത്ത് ജീൻസ് മേടിക്കുന്നത് വെച്ചിട്ട് ഞാൻ മാക്സിലാട്ടോ വന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ചെരുപ്പിൻ്റെ കളക്ഷൻ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. കാരണം കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, ഡെയിലി വെയർ അതുപോലെ തന്നെ പാർട്ടി വെയർ, കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നടക്കാൻ ജീൻസിൻ്റെ കാര്യം ഞാൻ മറന്നു. ഞാൻ ജീൻസ് എടുത്താൽ എപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെങ്ത്ത് എപ്പോഴും കൂടുതലായിരിക്കും കേട്ടോ. ഞാൻ ഹൈറ്റ് കുറവാണ്, ഞാൻ 5'1" ഉള്ളൂ. അപ്പോൾ ജീൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ആവും, ഫുൾ എടുത്ത് കഴിഞ്ഞാൽ അതിൽ വലുതാവും. അതാണ് എപ്പോഴും പ്രശ്നം. അല്ല ജീൻസിൻ്റെ സെക്ഷനിൽ ഞാൻ വന്നു, ഞാൻ വിചാരിച്ച പോലത്തെ ജീൻസ് ഉണ്ട് കേട്ടോ. ജീൻസിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ല, ഇതാണ് വീണ്ടും ഇത് തന്നെ എല്ലാ തവണത്തെ പോലെ ഇനി ഇത് വെട്ടി കുറയ്ക്കണം. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.